ഏറ്റവും വലിയ അനുഗ്രഹമേതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മിൽ ചിലരെങ്കിലും പറയുക വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം ഒരു കുഞ്ഞു പിറന്നു എന്നായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് കാലമായി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു വീട്. ആ വീടിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് വീട് കൂടാൻ കഴിഞ്ഞു എന്നതായിരിക്കാം. അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിച്ചു എന്നതായിരിക്കാം. പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത് ഇതൊന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം, ഒരു റമളാനിനെ തന്നു എന്നതാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. എല്ലാവിധ തിന്മകളും കഴുകിക്കളയാൻ സ്വർഗത്തിൽ നമുക്കൊരു പദവി ഉറപ്പുവരുത്താൻ 83 വർഷം അതിനപ്പുറത്തേക്ക് ഇബാദത്ത് ചെയ്യാൻ ചെയ്തവരെ പോലെ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്ന ഒരു ദിവസം, അതൊക്കെ അടങ്ങിയ ഒരു റമളാൻ എനിക്ക് നൽകിയതാണ് റഹ്മാനായ റബ്ബ് എനിക്ക് ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം സുഹൃത്തുക്കളെ നമുക്ക് ലഭിച്ചില്ല എന്ന് കരുതുക. പരലോകത്തേക്ക് എന്തെങ്കിലും നമുക്ക് പ്രയാസമുണ്ടോ? നമുക്കൊരു വീട് കിട്ടിയില്ല, നല്ല പ്രയാസത്തിലായിരുന്നു ഇവിടെ, പക്ഷെ പരലോകത്തേക്ക് നമ്മളെ ബാധിക്കും. നമ്മൾ ഒരുപാട് കാലം രോഗിയായിരുന്നു എന്നുള്ളത് കൊണ്ട് പരലോകത്ത് എന്തെങ്കിലും നന്മകൾ നമുക്ക് തടയപ്പെടും. പറയത്തക്ക രൂപത്തിലുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ഈ ലോകത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്, ഒരു കുഞ്ഞിനെ കിട്ടിയില്ല എന്നതുകൊണ്ട് പരലോകത്ത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? പക്ഷെ യഥാർത്ഥത്തിൽ റമളാൻ നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പരലോകം പ്രിയപ്പെട്ടവരെ വലിയ നഷ്ടമായിരുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മറുപടി എന്തെന്ന് ചോദിച്ചാൽ, ഒരു റമളാനിനെ എനിക്ക് റബ്ബ് ഒരിക്കൽ കൂടെ നൽകി എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു രംഗത്തൊരു ശുക്ർ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് ന്യൂനതകൾ വന്നു പോയിട്ടുണ്ടാവാം. ആ ന്യൂനതകളെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുവാനുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ ഉയരേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യവും തുടങ്ങി വെക്കാൻ എളുപ്പമാണ്. ഏതൊരു സംരംഭം അങ്ങനെയാണ്. തുടങ്ങാൻ ഒരു എളുപ്പം പ്രയാസമുണ്ടെങ്കിലും അതിങ്ങനെ റൂട്ടപ്പ് കയറി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ എന്തൊരു സംരംഭം തുടങ്ങിയാലും അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രയാസവും പരിശ്രമവും ത്യാഗവും നമുക്ക് വേണം. നമ്മുടെ സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ ഇടാനൊരു പക്ഷേ 4 ആൾ നമ്മളെ സഹായിച്ചേക്കാം. പക്ഷെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ വലിയ പരിശ്രമം ആവശ്യം വരും. യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാനിലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നിടത്ത് വിജയിക്കാൻ നമുക്ക് കഴിയണം. എന്ത് നന്മകളാണോ വിശുദ്ധ റമളാൻ നമുക്ക് സമ്മാനിച്ചത്, ആ മുഴുവൻ നന്മകളെയും ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്നിടത്താണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട നിബിധങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെ എന്നതല്ല, മരിക്കുന്ന സമയം എങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അള്ളാഹു തന്നെയാണ് സത്യം എന്ന മുഖവരയോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചൊരു വാചകം അത്രമേൽ ചിന്തനീയമാണ്. ഇന്ന അഹദകും ലിയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവരുടെ ആയുസ് മുഴുവനും സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനമായിരിക്കും. ഉഷാറായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവും. ഹത്താമ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാ. അങ്ങനെ അവനും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രം അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവന്റെ അടുത്തെത്തി. അപ്പോഴായിരിക്കും അവന്റെ ജീവിതത്തിൽ പല സംഗതികളും മാറിമറിയുക, അവന്റെ ഹിദായത്ത് നഷ്ടപ്പെടുക, അവന്റെ നന്മയിലുള്ള അവന്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നശിച്ചു പോവുക. അങ്ങനെ അവൻ നന്മയിൽ നിന്നും കൊതറി മാറി തിന്മയിലേക്ക് ചേക്കേറി ആ
നരകക്കാരുടെ മരണം അവൻ കൈവരിക്കുമെന്നാണ്. വേറൊരാളെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദക്കും ലയഅമലു അമല അഹ്ലിന്നാർ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ നരകത്തിലേക്ക് തന്നെയായിരിക്കും അവന് പോവുക എന്ന് നമുക്കൊക്കെ തോന്നുന്ന ചില ആളുകളുണ്ടാവും. ഒരു പക്ഷെ അവന്റെ അവസാനത്തിൽ അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനത്തിലേക്ക് മാറും. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗാവകാശിയായിക്കൊണ്ട് മാറുമെന്നാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ വലിയൊരു തിയറിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ അന്ത്യ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈമാനും തഖ്വയും സൽക്കർമ്മങ്ങളും ഏത് അളവിൽ നിൽക്കുന്നു എന്നത് പരിഗണിച്ചായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നാം നേടിയെടുത്ത നന്മകൾ മരണവക്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ല എങ്കിൽ ഈ അധ്വാനങ്ങളൊക്കെ പാഴ്വേലയായിരിക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു ടെൻഷനും ഈ ഒരു ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകാതിരിക്കാനാണ് റഹ്മാനായ റബ്ബ് അടിക്കടി എല്ലാ ദീനി സദസ്സുകളുടെ മുമ്പിൽ നമ്മൾ ഓതി വെക്കുന്ന ഇന്നത്തെ ജുമഅയിൽ പോലും നമ്മൾ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വസിയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി. വല്ലാത്തൊരു വർത്തനാണ്. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കേണ്ട മൃഗപ്രകാരം സൂക്ഷിച്ച് ജീവിച്ചോട്ടോ. എവിടം വരെ? ഒരു റമദാൻ കഴിയണവരല്ല, റമദാനിന്റെ അവസാനത്തെ വെള്ളി വരെ അല്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾക്കൊരു മരണമുണ്ടോ അത് മുസ്ലിമായിക്കൊണ്ടേ പാടൂ എന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയാണ്. ഒരുപാട് സ്ഥലത്താണ് അങ്ങ് ആ ഒരു ശൈലി റഹ്മാനായ റബ്ബ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹാദാ അംറും മിനല്ലാഹി ലിഇബാദിഹിൽ മുഅ്മിനീൻ. വിശ്വാസികളായ അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കൽപ്പനയാണെന്ന്. എന്ത്? അയ്യത്തഖൂഹു ഹഖ്ഖ തുഖാതി. അവനെ സൂക്ഷിക്കേണ്ട ഇടങ്ങളിലെല്ലാം സൂക്ഷിക്കണം. അത് എങ്ങനെയാണെന്ന് ഇനിയൊരു ട്യൂഷൻ നമുക്ക് ആർക്കും ആവശ്യമില്ല. പക്ഷെ റമദാൻ നമ്മളെ പഠിപ്പിച്ചു എങ്ങനെയൊക്കെയാണ് ആ തഖ്വ എന്നത്. അതുപോലെ കൊണ്ടടക്കാന്നുള്ളതാണ്. എവിടം വരെ സുഹൃത്തുക്കളെ? എവിടം വരെ? റമദാൻ കഴിയുന്നത് വരെയാണോ? അല്ല. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ലഭിച്ച തഖ്വയുടെ ബോധമുണ്ടല്ലോ, അതിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കട്ടെ. വയസ്ബുതു അലൈഹി, അവൻ അതിൽ തന്നെ ശക്തമായി കൊണ്ട് നിൽക്കട്ടെ. വയസ്തഖീമു ഇലൽ മമാത്, അവനെ തേടി മലക്കുൽ മൗത്തും സംഘവും വരുന്നതുവരേക്കും അവൻ പഠിച്ച് മനസ്സിലാക്കിയ റമദാൻ അവനിക്ക് നൽകിയ ആ ഒരു പരിശുദ്ധമായ അവസ്ഥയിൽ അവൻ നിലനിൽക്കട്ടെ എന്നാണ്. ഒരു മനുഷ്യൻ ഏതൊരു റൂട്ടിലാണോ ജീവിക്കുന്നത് അങ്ങനെയായിരിക്കും മനുഷ്യൻ മരിക്കുക എന്നാണ്. ഫമൻ കാന ഫീ ഹാലി സിഹ്ഹതിഹി വനശാതിഹി വഇംകാനിഹി മുദാവിമൻ തഖ്വ റബ്ബിഹി വതഅതിഹി. ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യാവസ്ഥയിലും അവന്റെ പ്രയാസങ്ങളുള്ള അവസ്ഥയിലും സാധ്യമാകുന്ന ഏത് അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു തഖ്വ കാണിച്ച് ജീവിക്കുന്ന, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ആരാണോ തുടർത്തിയത്, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കണം. ആ വാക്ക് നമ്മൾ അടിവരയിടണം. തുടർത്തിയത് എന്ന ഇനിയൊരു സൂക്ഷ്മതയോടുകൂടെ ജീവിതത്തിലും അടുത്തൊരു റമദാൻ വരെ കാത്തിരിക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത്. ജീവിതത്തിലുടനീളം നേടിയെടുത്ത തഖ്വ അണയാതെ ആരാണോ കൊണ്ടു നടക്കുന്നത്, തബ്ബതഹുല്ലാഹു ഇൻദ മൗതിഹി വറസഖഹു ഹുസ്നൽ ഖാതിമതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ വക്കിൽ അവനിക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒരു നല്ലൊരു അന്ത്യവും കൊടുക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. ഈ തൗഫീഖിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ അഹോരാത്രം പരിശ്രമിച്ചിരുന്നു. ഇത് കിട്ടുമോ പടച്ചോനെ എന്ന വിഷയത്തിൽ നമ്മുടെ മുൻഗാമികൾ അങ്ങേയറ്റം പേടിച്ചിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് നിരന്തരമായി കൊടുക്കുന്ന ഉപദേശത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ ഉപദേശിക്കണം. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന
അള്ളാഹു നിങ്ങൾക്കൊരു മതത്തെ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹ് നമ്മളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മക്കളോട് ഏതെങ്കിലും ഒരു രക്ഷിതാവ് മരിക്കാൻ നിൽക്കുന്ന സമയത്ത് പലതും വസിയത്ത് കൊടുത്തിട്ടുണ്ടാവും. മക്കളെ, ഈ ദീന് നിങ്ങൾ കൈയൊടിക്കരുത് കേട്ടോ എന്നൊരു വസിയത്ത് കൊടുത്തൊരു മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ അങ്ങനെയാകണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവർക്ക് മരണ വക്കിൽ കിടന്നു പോലും മക്കൾക്ക് കൊടുത്ത ഉപദേശം ഈ റൂട്ട് നിങ്ങൾ ഒരിക്കലും കൈയൊടിക്കരുതേ എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തെ, ആ ഒരു അവസ്ഥ, ഈ ഒരു നമ്മൾ മനസ്സിലാക്കിയ റൂട്ടിൽ അങ്ങനെ തന്നെ നിന്ന് ഈമാൻ കിട്ടി മരിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ തന്നെ പറയണം എന്താണെന്നുണ്ടെന്നറിയോ, ഇപ്പൊ കുറച്ചും കൂടി ഈമാൻ നല്ല തളം കെട്ടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഈ നേടിയെടുത്ത ഈമാനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ത്തൗബ. ഇപ്പങ്ങൾ നേടിയെടുത്ത ഈമാനുണ്ടല്ലോ, 10-29 ദിവസത്തെ അധ്വാനം കൊണ്ട് നമ്മൾ മനസ്സ് നമ്മളെ കരസ്ഥമാക്കി ഈമാനുണ്ടല്ലോ, ആ ഈമാന് പതിയെ പതിയെ പോയിരിക്കും. അത് നുരുമ്പി ഇല്ലാതാകും. 2 ദിവസം നോമ്പില്ലാത്തൊരവസ്ഥയിലൂടെ പോയപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയോ ഒരു മൂല്യ തകർച്ചകൾ നോമ്പുണ്ടായിരുന്ന സമയം റമളാന്റെ രാപ്പകൽ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സുഹൃത്തെ, സംഭവിക്കും. ഇത് അള്ളാന്റെ റസൂലാ പറഞ്ഞു. അതിനെന്താ പരിഹാരം? അതിന്റെ പരിഹാരവും പ്രവാചകൻ പറഞ്ഞു, ഫസലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന്. എന്താ ചോദിക്കേണ്ടത്? അയ്യുജദ്ദിദൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ വീണ്ടും 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 പുതുക്കി തരാൻ വേണ്ടി ആത്മാർത്ഥമായ ബോധപൂർവമായ ചോദ്യങ്ങൾ ഉയരട്ടെ എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിരന്തരമായി നമ്മുടെ ഈമാനിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണമെന്നാണ്. ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമം നിർത്തിവെക്കാനായിട്ടില്ല. ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും ഒരു പാഴ്വേലയാക്കൂല എന്നാണ്. ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഇന്ന് പോലും സുബഹിക്ക് ശേഷം നാം ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിലെ വാചകങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു അടിമയുടെ നല്ല പ്രവർത്തനങ്ങളെ കൈയൊഴിക്കൂല എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഗോതയിലേക്ക് ഇറങ്ങാൻ കഴിയുക എന്നതാണ്. സുഹൃത്തുക്കളെ, ആർക്കാണ് നല്ല നിലക്ക് മരിക്കാൻ കഴിയുക? അല്ലെങ്കിൽ മനോഹരമായ ഒരു നല്ല പര്യവസാനം സാധ്യമാകാൻ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങളെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നെന്താണെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞാൽ മുഹാഫളത്തു അലസ് സ്വലവാത്തി ജമാഅത്ത്, വല്ലാത്തൊരു പരിഹാരം തന്നെയാണ്. അത് ആസ്വദിച്ച് നിർവഹിക്കാൻ കഴിയണം. എന്താ അറിയോ? 5 നേരത്തെ നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് ചെയ്തോ എന്നാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന് നിർബന്ധമില്ലാന്നുണ്ടെങ്കിലും പള്ളി അടുത്തുണ്ടെങ്കിലും വരാം. ഇനി അതല്ലെങ്കിലും ആ ഒരു സമയം ബന്ധിതമായിക്കൊണ്ട് നിർവഹിക്കാൻ. നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ ഈ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം ഇങ്ങനെ ആവർത്തിയും കേട്ടില്ല. നിങ്ങൾ എന്ത് പറയുമ്പോഴും ജമാഅത്ത് നിസ്കാരം ഒരു പരിഹാരമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയണില്ലേ? എന്താ അറിയോ? ഇത് വല്ലാത്തൊരു ഒറ്റമൂലിയാണ്. ഏത് വിഷയം എടുക്കുമ്പോഴും അവിടെ ജമാഅത്ത് നിസ്കാരം വലിയൊരു പരിഹാരകനായി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാൻ നമ്മൾ മനസ്സിലാക്കിയില്ല കണിശത, അല്ലെ? ഒരു ജമാഅത്ത് പോലും മിസ്സാകരുതെന്ന് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അള്ളാന്റെ തൗഫീഖോട് കൂടെ നമുക്കത് സാധ്യമായി. ആ പ്ലാനിങ്ങുകൾ നിർത്തി വെക്കരുത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് റമളാനിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും 5 നേരത്തെ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. വിശിഷ്യ സുബഹിയും അതേപോലെ തന്നെ അസ്റും. മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന എന്ന് പറഞ്ഞു. 2 തണുപ്പുള്ള നിസ്കാരം. ഏതാ 2 തണുപ്പുള്ള നിസ്കാരം? ഒന്ന് സുബഹിയാണ്, രണ്ടാമത്തത് അസ്റാണ്. ഒരു ഉറക്കച്ചടവിൽ നിന്നും എണീറ്റ് വരുന്ന നിസ്കാരം. ആ ഉറക്കച്ചടവിനെ പോലും മാറ്റിവെച്ച് നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരനായി എന്ന് നമുക്ക് മാറാൻ കഴിയുമോ, ഇൻഷാ അല്ലാഹ് ആ മനുഷ്യനെ റഹ്മാനായ റബ്ബ് നല്ലൊരു മരണം കൊടുത്തിരിക്കുമെന്നാണ്. രണ്ടാമത്തെ കാര്യം തഖ്വ രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോൻ പറഞ്ഞ രൂപത്തിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ തഖ്വ റമളാനിലൂടെ നമ്മൾ ആർജിച്ച തഖ്വ ഉണ്ടല്ലോ, അതിങ്ങനെ കൊണ്ടടക്കാനുള്ളതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്
അള്ളാഹുവിനെ പേടിച്ച് അവൻ പറഞ്ഞ രൂപത്തിൽ എല്ലാം ക്രമീകരിക്കുക. സാമ്പത്തിക രംഗത്തും സ്വഭാവ രംഗത്തും ജീവിത വിശുദ്ധിയുടെ രംഗത്തും ഒക്കെ പടച്ചോനത് കാണുന്നുണ്ട്, റഹ്മാനായ റബ്ബനെ വിലയിരുത്തുന്നുണ്ട് എന്നൊരു പേടിയും ബേജാറോട് കൂടെ എല്ലാം ഒന്ന് ക്രമപ്പെടുത്താൻ തീരുമാനിച്ച സുഹൃത്തുക്കളെ, വിജയിച്ചിരിക്കും നമ്മൾ. മാത്രമല്ല നമ്മൾ ചെയ്ത ഈ കർമ്മങ്ങളൊക്കെ ഒന്ന് സ്വീകരിച്ചു കിട്ടേണ്ട കൂട്ടരെ ആരെന്നാ സ്വീകരിക്കാം? ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ നമ്മുടെ മുൻഗാമികളെ കരയിപ്പിച്ച വാക്കാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ അമലുകളാണ് റഹ്മാനായ റബ്ബ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാ റമളാന് അവസാനിക്കുന്നവരെ മുത്തഖിയായി ജീവിച്ച് അതിനുശേഷം പിന്നെ വടക്കായരെ കുറിച്ചല്ല പറയുന്നത്. മരിക്കുന്നതുവരേക്കും തഖ്വ എന്ന ക്വാളിറ്റി ജീവിതത്തിലുണ്ടോ അവന്റെ അമലുകളെ പടച്ചോനിക്ക് വേണ്ടു എന്നാണ്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. 45 ഡിഗ്രി ചൂടിനെ നമ്മൾ വകവെക്കാതെ നോമ്പ് നോറ്റില്ല സുഹൃത്തേ. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ നമ്മുടെ രേഖയിൽ അത് മാറാതെ മറയാതെ നഷ്ടപ്പെടാതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ഈ ക്വാളിറ്റി ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇജ്തിനാബുൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ബോധപൂർവം ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. ഈ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഹൃത്തുക്കൾ വെറും കൊലപാതക വിചാരം മാത്രമൊന്നല്ല. നരകമുണ്ട് എന്ന് ഡയറക്റ്റ്ലി പഠിപ്പിക്കപ്പെട്ടതെന്തോ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ നരകത്തിലെ ഒരു ചെറിയ ഒരു ശിക്ഷയെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുക? 2 മണിക്ക് അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞാല് നേരം പോലെ ഒന്ന് പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നരകം ഉൾക്കൊള്ളാൻ കഴിയുക? അതുകൊണ്ട് എന്താണെന്നറിയോ? റഹ്മാനായ റബ്ബ് പറയാം, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, ഞാൻ വിരോധിച്ച വലിയ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലകും മദ്ഖലൻ കരീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏറ്റവും ഒരു മാന്യമായ ഇടത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാമെന്നാണ്. മുദ്ഖലൻ കരീമ എന്ന് പറഞ്ഞാൽ ഏതാ സുഹൃത്തുക്കളെ? സ്വർഗ്ഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനാനുമതി ലഭിക്കും ജീവിതത്തിൽ വലിയ പാപങ്ങളില്ലെങ്കിൽ. അതുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പടച്ചോനെ ഇതെന്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നതാണല്ലോ എന്ന് കരുതി ഒരു ഫിൽട്രേഷൻ ഉണ്ടായിക്കോട്ടെ. ഒരു ഫിൽട്രേഷൻ. ഒരു കുപ്പി വെള്ളം കുടിക്കുമ്പോൾ നമ്മളൊന്നിങ്ങനെ നോക്കൂലേ അല്ലേ? ഒരു കുപ്പി വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ നോക്കും കരട് ഉണ്ടോ എന്നുള്ളത്. സുഹൃത്തെ, ആ ഒരു ശ്രദ്ധ പരലോകത്തിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ തിന്മകൾ വന്ന കവാടത്തെക്കുറിച്ച് നമുക്കാണ് അറിയുക. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ ഏരിയകളിലൂടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ തിന്മകൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് എനിക്കറിയുള്ളൂ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് തന്നെയാണ് അറിവുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മളെ കീഴ്പ്പെടുത്തുന്ന പിശാച് വരുന്ന വാതിലുണ്ടല്ലോ, റമദാനിൽ നാം കൊട്ടിയടച്ച വാതിലുണ്ടല്ലോ, തുറക്കരുത് സുഹൃത്തുക്കളെ. നാം അൺഇൻസ്റ്റാൾ ചെയ്ത കുറെ ആപ്പുകൾ ഉണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്യണ്ട. അത് നമുക്ക് വേണ്ടാത്തത് കൊണ്ടാണ് റമദാൻ നമ്മൾ ഒഴിവാക്കിയത്. അത് നമ്മുടെ ജീവിതത്തിലും വേണ്ട. റമദാനിൽ നമ്മൾ ഒഴിവാക്കിയത് എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്നതാണ്. അതുകൊണ്ട് നാം അതെന്നെല്ലാം ബോധപൂർവ്വം വിട്ടുനിൽക്കുക എന്നതാണ് പരിഹാരം. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? അൽബുഅദു അൻ ദുൽമിൻ നാസ്, ജനങ്ങളെ നമ്മളായിക്കൊണ്ട് ഉപദ്രവിക്കരുത്. നമ്മുടെ ഭാഗത്ത് ഒരു ഉപദ്രവം ആളുകൾക്ക് ഉണ്ടാകരുത്. സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിക്കുക. മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നല്ലൊരു മരണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പൊരുത്തപ്പെടിപ്പിക്കേണ്ട സാഹചര്യം ആരോടത്തും ഉണ്ടാകരുത്. മരിച്ചത് കിടക്കുമ്പോൾ നമ്മളെ കണ്ണടഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മക്കൾ എന്റെ നിന്ന് പറയാ മെഹ്റാബിൽ വെച്ചിട്ട് എന്റെ വാപ്പനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ ഉമ്മങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം കേട്ടോ. സുഹൃത്തേ, അത് പറയണ്ടെന്നല്ല പറയണത്. പക്ഷെ എന്താണ് ഇപ്പൊ ആ ഒരു വർത്താനം? ശരിക്കും ആരാ പറയേണ്ടത്? കണ്ണടക്കുന്നതിന് മുൻപ് ആ കടക്കണ മനുഷ്യനല്ലൊക്കെ പറയേണ്ടത്. അതുകൊണ്ട് ഏത് സമയത്തും ഇത് അടയും എന്ന ബോധത്തോടു കൂടെ ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുവാനുള്ളത്. നമ്മൾ കാരണം ആരും പ്രയാസപ്പെട്ടിട്ടില്ല. എല്ലാ ഭർത്താക്കന്മാരും ചിന്തിക്കണം, ഞാൻ കാരണം എന്റെ ഭാര്യ പ്രയാസപ്പെട്ടിട്ടില്ല. എല്ലാ ഭാര്യമാരും ചിന്തിച്ചോ സഹോദരി, നല്ലൊരു മരണം വേണോ നിനക്ക്? നീ കാരണം നിന്റെ ഭർത്താവ് അകാരണമായി കൊണ്ട് പ്രയാസപ്പെടുന്നില്ല. നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, ഉമ്മമാർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ചോളി. ഈ ബന്ധത്തിൽ എന്തെങ്കിലും ഉടച്ചൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നിലയ്ക്ക് നമ്മൾ മരിക്കൂല എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് പറഞ്ഞത് പരമാവധി നന്മകൾ ചെയ്യാന്നുള്ളതിനാണ്. ഓരോ ദിവസവും നമ്മൾ പരമാവധി നന്മകളിൽ ചേർത്ത് വെക്കുക നമ്മുടെ ജീവിതത്തെ.
ഒരു ദിവസം ആയുരാരോഗ്യത്തോടുകൂടെ വീണ് കിട്ടിയിട്ടുണ്ടോ, അതിൽ നല്ലൊരു ഭാഗം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുക. സ്വരാഇഉൽ മഅറൂഫി തഖി മസാരിഅസ് സൂ. ഏറ്റവും മോശമായ ഒരു അന്ത്യത്തെ തടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, റമളാൻ നമ്മൾ എത്ര സാധുക്കളുടെ കണ്ണീരാണ് ഒപ്പിയത്, എത്ര പേർക്കാണ് നമ്മൾ തടൽ വിരിച്ചത്. നമ്മളെ കാത്തിനിയും അവരൊക്കെയുണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ. അവരുടെ ഒരു താങ്ങായി തണലായി നമുക്ക് കഴിയുന്നത് പോലെ ഇനിയും മാറാൻ കഴിയണമെന്നതാണ് നല്ലൊരു മരണം കൊതിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആറാമത്തെ കാര്യം എന്താണെന്നറിയോ? എല്ലാ വിഷയത്തിലുള്ള പരിഹാരം തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. പ്രാർത്ഥന, ദുആഉൽ ഖാലിസ്, ആത്മാർത്ഥമായ പ്രാർത്ഥന. മിഫ്താഹു കുല്ലി ഖൈർ എന്ന് പറഞ്ഞ എല്ലാ ഖൈറും ഈ ലോകത്തിലെയും നന്മകൾ നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, നല്ലൊരു മരണം കൊതിച്ചുകൊണ്ടൊരു വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ പ്രാർത്ഥന, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. പടച്ചോനെ, പുണ്യവാളന്മാരുടെ കൂടെ എന്നെ നീ മരിപ്പിക്കണേ എന്നാണ്. പിന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായി കൊണ്ട് മരിപ്പിക്കണേ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി കൊണ്ട് പടച്ച റബ്ബേ എന്നെ നീ മരിപ്പിച്ച് ഏറ്റവും സാലിഹീങ്ങളുടെ കൂടെ നീ പരലോകത്ത് എന്നെയും ചേർക്കണേ. എത്ര പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരടക്കം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. പ്രവാചകന്മാരടക്കം പടച്ചോട് എരന്ന് ചോദിച്ച സാധനമാണ്, പടച്ചോന് മരണം ഉണ്ടെങ്കിൽ ഈ സാധുവിനെ നീ നല്ല നിലക്ക് മരിപ്പിക്കണം റബ്ബേ, നല്ല നിലക്ക് നീ മരിപ്പിക്കണം റബ്ബേ. അള്ളാഹിന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ. എല്ലാ വിഷയത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചോനെ എന്റെ എല്ലാ വിഷയത്തിലും പര്യവസാനം നീ നന്നാക്കി തരണേ. വഅജിർനാ മിൻ ഖിസ്യിദ് ദുനിയാ വൽ ആഖിറ, പടച്ചോനെ ദുനിയാവിലെയും നാളെ പരലോകത്തിലെയും എല്ലാവിധ അപമാനത്തിൽ നിന്നും ശിക്ഷയോ അദാബിൽ ആഖിറ, പരലോകത്തിലെ ശിക്ഷയിൽ നിന്നും പടച്ചോനെ നീ എന്നെ രക്ഷിപ്പിക്കണേ എന്നാണ്, രക്ഷിച്ച് തരണേ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയരേണ്ട സംഗതിയാണ്. ഇനിയൊരു മാറ്റത്തിന് വേണ്ടി അടുത്ത റമളാൻ ആരും വെയിറ്റ് ചെയ്യരുതേ സുഹൃത്തെ. കാരണം അടുത്തൊരു റമളാൻ നമുക്കുണ്ടെന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല. ഇതുപോലത്തെ റമളാൻ എനിക്ക് കിട്ടുമെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും. അവരൊക്കെ അത് കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ട് ഖബറിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ അന്ത്യം എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് നല്ലൊരു അന്ത്യം കിട്ടിയെങ്കിലേ ഈ അധ്വാനങ്ങളെ കൊണ്ട് ഫലമുള്ളൂ. അതിന് നമ്മൾ ഇത്രയും കാര്യം ഏറ്റവും ചുരുങ്ങിയത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് പിന്നെ കടന്നുപോയിട്ടുള്ളത്. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് കൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വേനൽ അവധിയിലാണ് ഇപ്പോൾ ഉള്ളത്. മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുമായി നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. പലപ്പോഴും ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉയരുന്ന ചോദ്യം ഇനി എപ്പോഴും സ്കൂൾ തുറക്കുക എന്നുള്ളത്. അതെന്താ? ഇരു കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസമാണ്. നമ്മൾ വിശ്വാസിന്റെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു കേസ് വരാൻ പാടുണ്ട്. ഒരു മക്കൾക്കും ഒരു ഇടങ്ങറ്, ഈ ഒന്ന് തുറന്നു കിട്ടിയാൽ മതി, പോയാൽ മതിച്ചിട്ട് മക്കള് മാറുക. അതേപോലെ തന്നെ ഒന്നും തുറന്നു കിട്ടിയാൽ മതിച്ചിട്ട് പറഞ്ഞയച്ചാൽ മതി പറഞ്ഞു കണ്ട് രക്ഷിതാക്കളും മാറുന്നൊരവസ്ഥ പൊതുവെയുണ്ട്. ഈ നില മാറിയേ പറ്റും. എല്ലാവിധ തിരക്കുകളും കഴിഞ്ഞ് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു സമയം ഈ ഒരു വെക്കേഷനിലാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്തെ ഏറ്റവും ബോധപൂർവമായി ക്രിയാത്മകമായി കൊണ്ട് പ്ലാൻ ചെയ്യാൻ ഓരോ വിശ്വാസികളായ മാതാവിനും പിതാവിനും കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുണ്ടാക്കാന്നുള്ളതാണ്. അവരുമായി സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയേണ്ടതുണ്ട്. അവരുമായി ചില യാത്രകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൽ പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ അവർക്കിനെ തോന്നണം എല്ലാ നിലക്കും ഞങ്ങൾക്കിത് ഈ ഒരു വെക്കേഷൻ ഉപകാരപ്പെട്ടു എന്നുള്ളത്. എപ്പോഴും ശകാരിക്കുന്നതിനപ്പുറത്ത് അവർക്ക് നല്ല നല്ല ടാസ്കുകൾ കൊടുക്കാൻ നമുക്ക് കഴിയണം.
ഒരു കാര്യം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഓഫർ. ഈ കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സമ്മാനം എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ വരാതെ മാത്രം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമുക്ക് നല്ല നല്ല കാര്യം, ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ടാസ്ക് കൊടുക്കാം. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ചെറിയ സമ്മാനം, ഹദിയകൾ, പരസ്പര ഹദിയകൾ കൈമാറ്റം ചെയ്യപ്പെടണം. അത് വീടുകളിൽ നിന്ന് തുടങ്ങണം. മാതാവ് പിതാവിന് മക്കൾക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ആലോചിക്കും. അങ്ങനെ ഏറ്റവും നല്ലൊരു പ്ലാനിങ് ഈ ഒരു സമയത്ത് ഉണ്ടാകണം. ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും മക്കൾക്ക് കിട്ടേണ്ടത് ഏറ്റവും നല്ല പരിപാലനമാണെങ്കിൽ ഇപ്പോൾ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ട സമയത്താണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് എന്താ അറിയോ, ഈ ഒരു വിഷയത്തെ ഒന്നും കൂടെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. സുഹൃത്തുക്കളെ, പലപ്പോഴും ഈ വെക്കേഷനുകളൊക്കെ വരുന്ന സമയത്ത് മക്കൾക്ക് വീണ്ടും വീണ്ടും ഈ ഭൗതിക വിദ്യാഭ്യാസം തന്നെ നിറച്ചു കൊടുക്കാൻ വേണ്ടി വെങ്കൽ കൊള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാലം പഠിക്കുന്നതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കിട്ടുമ്പോൾ വീണ്ടും മറ്റേ കോഴ്സ് മറിച്ച് കോഴ്സ്. വേണ്ട എന്നല്ല പറയണത്, പക്ഷെ അത് മാത്രമാകരുതെന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും നല്ലൊരു സമയം ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കളുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഇട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. എത്ര രക്ഷിതാക്കളാണ് സുഹൃത്തുക്കളെ പരാതി പറയുന്നത്. ആദിയില്ലാത്ത ഏത് മാതാവ് പിതാവ് പേരി സംസാരം കേൾക്കുന്നത്. മക്കളുടെ ഭാവി എന്താകുന്ന വിഷയത്തിൽ ആകുലതകളില്ലാത്ത ആരുള്ളത്? ആകുലതകൾ ഉണ്ടായിട്ട് മാത്രം കാര്യം പറയും, പരിഹാരം നമ്മുടെ തീയില്ല. എന്താ അറിയോ, വളർന്നു വരുന്ന നമ്മുടെ മക്കളെ കൊത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവിധ ദുഷിച്ച ട്രാപ്പുകളും ചതിക്കുഴികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കും നമുക്കിപ്പോ എത്ര പരിമിതി, നമ്മളെ വീട്ടിലുള്ളത്, നമ്മളെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. മക്കൾക്ക് അവർക്കൊരു സ്വയം രക്ഷ ഫീൽ ചെയ്യണം. അതാരിട്ട് കൊടുക്കേണ്ടത്? അത് നമ്മളിട്ട് കൊടുക്കേണ്ടത്. അതിപ്പോ എവിടുന്ന കിട്ടുക? അത് അള്ളാന്റെ ദീന് കൊടുക്കുമ്പോഴേ കിട്ടും. സുഹൃത്തുക്കളെ, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് സംരംഭം നമ്മുടെ കയ്യെത്തും ദൂരത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ വിശിഷ്യ 2-3-4 ക്യാമ്പുകൾ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവരുടെ ഒരു മാനസിക നിലവാരത്തിനനുസരിച്ച് അവർ എന്താണോ ആഗ്രഹിക്കുക ആ നിലയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ജാലകം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്ററൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. ഒരു 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കാണ് ഒരു 3 ദിവസത്തെ ക്യാമ്പ്. അടുത്ത വെള്ളിയും ശനിയും ഞായറുമാണ് ഇൻഷാ അല്ലാഹ് അത് നടക്കാൻ പോകുന്നത്. നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകണം. അതിനെത്രയാണോ ഫീസ് അത് നമ്മൾ കൊടുക്കണം. അവർക്ക് ഇന്ന് നമ്മൾ പെരുന്നാളിന് ചെലവാക്കിയതിന്റെ 5-ൽ ഒരു 10-ൽ അംശം പോലും ചിലപ്പോൾ വരില്ല ആ ഫീസ്. സുഹൃത്തുക്കളെ, അതിലൊന്നും നമ്മളൊരു പിശുക്കും കാണിക്കാൻ നമ്മുടെ മക്കൾ അവിടെ എത്തിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ UP തലത്തിൽ പഠിക്കുന്ന മക്കൾക്ക് 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ബ്ലിസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു പുറത്ത് കൗണ്ടർ ഉണ്ട്, നമുക്കറിയാവുന്ന നമ്മുടെ പേരുകൾ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും പടച്ചോനെ കുറിച്ച് നല്ലൊരു ബോധം കിട്ടാൻ ഇത് നമ്മൾ പ്ലാൻ ചെയ്തേ പറ്റും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റും. ഒരു കഴിഞ്ഞൊരു കൊല്ലം ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തിച്ച രക്ഷിതാക്കൾ, മക്കളെ എത്തിച്ച രക്ഷിതാക്കൾ, അത് ക്യാമ്പ് നടത്തിയ ഭാരവാഹികളോട് പറഞ്ഞു വെച്ച നേരിട്ടും അല്ലാതെയും ഒക്കെ അവർ നടത്തിയ കുറെ സംഭാഷണങ്ങൾ, മക്കളുടെ ഒരു മാറ്റത്തെക്കുറിച്ച് അവർ പറഞ്ഞത് വല്ലാത്തൊരു മാറ്റത്തെക്കുറിച്ചാണ്. ഇതുവരെ നിസ്കാരത്തിന് ഞാൻ ഇങ്ങനെ പിന്തുണയുന്നു, ആ ക്യാമ്പ് കഴിഞ്ഞു വന്നു, ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അവൻ സ്വമേധ നിസ്കാരം ആരംഭിച്ചു. ആ ക്യാമ്പ് കഴിഞ്ഞു വന്നു, ഇപ്പോൾ ഞങ്ങളുമായിട്ടുള്ള അവന്റെ സഹവാസം ഏറ്റവും നന്നായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ക്യാമ്പിൽ കൊടുത്ത് വേറെ ഒന്നല്ല സുഹൃത്തുക്കളെ, ആ മക്കൾ അറിയേണ്ടുന്ന അവരുടെ ഒരു മനസ്സ് കൊതിക്കുന്ന രൂപത്തിലുള്ള എല്ലാവിധ എന്താണ് മാതാവ്, എന്താണ് പിതാവ്, എന്താ നിന്റെ കരിയർ, നിന്റെ ജീവിതം എന്താ, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാ മതിയോ എന്നൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ചില സെഷനുകളാണ്. ഒരു 3 ദിവസം മാറ്റിവെച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടല് സുഹൃത്തെ. അതിന് വേണ്ടി 1000 രൂപയോളം മുടക്കി എന്നുള്ളതുകൊണ്ട് നമുക്കതൊരു നഷ്ടമാകൂല. അതുകൊണ്ട് മക്കൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല മതബോധം കൂടെ കൊടുക്കാൻ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതിലൊക്കെ നമ്മുടെ മക്കളുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ ബാധ്യതകളും ഏറ്റവും മനോഹരമായി കൂടെ നിർവഹിച്ച് നാളെ നമുക്കും അവർക്കും ഒരുമിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് രോഗം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ, സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ.
അല്ലാഹുവേ നല്ലൊരു മരണം കൊടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റബ്ബേ. അത് സാധ്യമാകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറെ വഴികളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. പക്ഷെ അതിനപ്പുറത്ത് അതൊക്കെ ശരിക്കാണ്ട് ഉപയോഗപ്പെടുത്തുന്ന, അതൊക്കെ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരെ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.